ഹായ് കൃഷി ആപ്പ് ഡെവലപ്മെന്റ് ട്യൂട്ടോറിയലിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ബേസിക്കലി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലോഗിൻ സ്ക്രീനിന്റെ ഡിസൈൻ ആണ്. ഓക്കെ, സോ ലോഗിൻ സ്ക്രീനിന്റെ ഡിസൈൻ ആണ് നമ്മൾ ഇന്ന് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് നമുക്ക് കുറച്ച് അസറ്റ്സ്, അതായത് ഇതാണ് നമ്മുടെ ഡിസൈൻ. സോ ഇതിനു വേണ്ടി കുറച്ച് അസറ്റ്സ് ഉണ്ട്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഞാൻ ഓൾറെഡി ഇവിടെ നമ്മൾ ലൈക്ക് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഗിറ്റ്ഹബിൽ കൃഷിക്കകത്ത് അസറ്റ്സിൻ്റെ അകത്ത് ലോഗിൻ പേജിൻ്റെ ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്തതെന്ന് കാണിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്തു. സോ ഞാൻ ഈ ഒരു ഇമേജ് റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ XDയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, എക്സ്പോർട്ട് സെലക്റ്റഡ് എന്ന് കൊടുത്തു. ഇവിടെ ആൻഡ്രോയിഡ് തന്നെ, ആൻഡ്രോയിഡ് ഡിസൈൻഡ് അറ്റ് MDP. ഓക്കെ, ഞാൻ ഇവിടെ പാത്ത് കൊടുത്തു, ഞാൻ ജസ്റ്റ് എക്സ്പോർട്ട് കൊടുത്തു. സോ വൺസ് അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇതിങ്ങനെ ആൻഡ്രോയിഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഇതുപോലെ വന്നു. ഓക്കെ, സോ ഇതെങ്ങനെ സെറ്റപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ബാക്ക് ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. നമ്മൾ ലോഗിൻ ആക്ടിവിറ്റി ലോഗിൻ്റെ ലേഔട്ട് വരുമ്പോൾ ഇപ്പോൾ ഇത് ബ്ലാങ്ക് ആണ്. സോ ഫസ്റ്റ് തിങ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഇമേജ്, ഈ ഒരു കയ്യിലുള്ള ഇമേജ് നമുക്ക് സെറ്റ് ചെയ്യണം. സോ ഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജ് ഇതുപോലെ ഡയറക്ടറി ആയിട്ട് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഈ ഡ്രോയബിൾ HDPI, LDPI, MDPI, XXHDPI ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് റെസൊല്യൂഷൻ. സോ മൾട്ടിപ്പിൾ റെസൊല്യൂഷനുള്ള ഇമേജസ് ആണ് ഇത്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഇമേജസിലുള്ള, അതായത് ലോ റെസൊല്യൂഷൻ സ്ക്രീൻസ് മുതൽ ഹൈ റെസൊല്യൂഷൻ സ്ക്രീൻസ് വരെയുള്ള ഡിവൈസസിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡർ വരുന്നത്. സോ ഇത് നമുക്ക് ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്ത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ബാക്ക് ടു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. നമ്മൾ നേരത്തെ വെക്ടർ അസറ്റ് എങ്ങനെ ഇമ്പോർട്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കിയതാണ്. പക്ഷേ ഇവിടെ ഉള്ള ഈ ഒരു ഇമേജ് ആക്ച്വലി വെക്ടർ അല്ല, റാസ്റ്റർ ആണ്. സോ അത് വരുന്നത് ഇങ്ങനെയാണ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ്, ഈ ഒരു PNG ഇമേജിനെ നേരെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും, പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ അപ്പിയർഡ് ആവും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു IMG ലോഗിൻ BG എന്ന് പറഞ്ഞ് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു അപ്രോച്ചിനുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാറ്റിക് ഇമേജ് ആണ്, ഇതൊരു സ്റ്റാറ്റിക് ഇമേജ് ആണ്. വിച്ച് മീൻസ് ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുഞ്ഞി തീപ്പെട്ടി ഫോണാണെങ്കിലും, ഇപ്പോൾ ഒരു വലിയൊരു 7 ഇഞ്ചിൻ്റെ ടാബ് ആണെങ്കിലും ഈ ഒരു ഇമേജ് മാത്രമേ പുള്ളിക്കാരനുള്ളൂ. സോ മേ ബി ചാൻസസ് വരാം ഇമേജിന്റെ റെസൊല്യൂഷൻ കുറവാണ്. അതായത് നല്ല ക്ലാരിറ്റി ഉള്ള ഹൈ ഡെഫിനിഷൻ ഡിസ്പ്ലേ ഉള്ള ഒരു ഡിവൈസിന്റെ അകത്ത് മേ ബി ഈ ഇമേജ് പിക്സലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കേസ് വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ക്രീൻ ഡെൻസിറ്റിക്ക് അനുസരിച്ചുള്ള വേരിയേഷൻസ് ആണ് ഇത് വരുന്നത്. സോ ഇത് ഡയറക്റ്റ്ലി നമുക്ക് റെപ്പോയിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് XDന്ന് എക്സ്പോർട്ട് ചെയ്ത ഈ ഒരു ഫോൾഡേഴ്സ് ഞാൻ കോപ്പി ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റ് ഡയറക്ടറി ഉണ്ട് കൃഷിക്കകത്ത്, റെപ്പോയ്ക്കകത്ത്, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് ഡയറക്ടറി. ഇതിൽ ആപ്പിൻ്റെ അകത്ത് SRCയിൽ മെയിനിൽ റിസോഴ്സസ്, ഇതിലാണ് നമ്മുടെ ഡ്രോയബിൾസ് എല്ലാം വരുന്നത്. കണ്ടോ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്പ് ലോഗോ, ഈ ആപ്പ് ലോഗോ .xml ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടോ, അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിലെ ഈ ഡ്രോയബിൾ എന്ന് കാണുന്ന ഫോൾഡറിൽ കണ്ടോ ഡ്രോയബിൾ V24 വേരിയേഷൻസ് ഇവിടെ ഉണ്ട്. കണ്ടോ, മിപ്പ് മാപ്പ് ഇതുപോലെ വേരിയേഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ആ ഫോൾഡേഴ്സ് പേസ്റ്റ് ചെയ്തു. ആ ഫോൾഡേഴ്സ് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ ഫോൾഡേഡ് ആയിട്ട് ഇമ്പോർട്ടായി കാണാൻ പറ്റും. കണ്ടോ, HDPIക്ക് ഇമേജ്, LDPI, MDPI ഇതൊക്കെ ഓരോന്നിനും ഓരോ ഇമേജ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് റാസ്റ്റർ ഇമേജസ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു അപ്രോച്ച്. ഓക്കെ, ഇങ്ങനെ വേണം ബേസിക്കലി ചെയ്യാൻ. മാക്സിമം കഴിയുന്നത് ഇതുപോലെ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കാണാം, ഒരു LDPI ഇമേജ് തന്നെ ഇവിടെ 33 KB ഉണ്ട്. സോ ഡിഫറെന്റ് വേരിയേഷൻസ് വരുമ്പോൾ ആ സൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. 1 MB, 500 MB, അപ് ടു 2 MB വരെയൊക്കെ പോകും. ഇത് അൺവാണ്ടഡ് ആയിട്ട് നമ്മുടെ ആപ്പിന്റെ സൈസ് കൂട്ടും. സോ ബേസിക്കലി ഇവിടെ നമുക്ക് വേറെ ചോയ്സ് ഇല്ല. സോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. സോ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ഥലത്ത് ഇത് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ
വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. സോ അത് നമ്മുടെ ഇഷ്ടം. ഇപ്പം ഇങ്ങനെ പോട്ടെ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു, ആ ഒരു ഇമേജ് കിട്ടി. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്പ്ലാഷ് ആക്ടിവിറ്റിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ഓക്കെ, സ്പ്ലിറ്റ് മോഡിൽ എടുത്തിട്ട് ഞാൻ ഈ ഒരു ലേഔട്ട്, പാരന്റ് ലേഔട്ടിന്റെ, സോറി ഇത് സ്പ്ലാഷ് ആണല്ലോ അല്ലേ, നമുക്ക് വേണ്ടത് ലോഗിൻ അല്ലേ. ഓക്കെ, ലോഗിൻ ആക്ടിവിറ്റി എടുത്തു. സോ ഇത് നമ്മളിവിടെ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ട്, സോ എനിക്ക് ഒന്ന് വിസിബിലിറ്റി ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കും. ഐ വിൽ ജസ്റ്റ് ഇൻക്രീസ് ദ ഫോൺ സൈസ് കൂട്ടി തരാം. ഓക്കെ, ഫോൺ സൈസ് കൂട്ടി ഞാൻ ഈ തീം ഒന്നൊന്ന് റെഡി ആക്കി തരാം. ഓക്കെ, സെറ്റിങ്സ്, അപ്പിയറൻസിൽ ഡ്രാക്കുള മാറ്റിയിട്ട് ഇന്റലിജർ ആയി ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് എന്താണ് ഇമേജ് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഇത് നമ്മൾ ഡ്രോയബിളിൻ്റെ അകത്ത് IMG ലോഗിൻ ആണ്. സോ ഡ്രോയബിൾ IMG ലോഗിൻ ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് വരും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താ, ഉള്ളിലുള്ള ഈ ഒരു സാധനം, ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള ഈ ഒരു ലേഔട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. സോ ബേസിക്കലി ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഒരു ബോക്സ് ആദ്യം വേണ്ടേ. ഈ ഒരു ബോക്സ് എവിടെ കിട്ടും. സോ ഈ ഒരു ലേഔട്ട് നമുക്ക് ആൻഡ്രോയിഡ് പ്രീ ബിൽഡ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നമ്മൾ പറഞ്ഞു തന്നത് ആൻഡ്രോയിഡിൻ്റെ അകത്ത് ഈ ഒരു എലമെന്റ് നമുക്ക്, ഈ ഒരു ലേഔട്ട്, ഈ ഒരു ബിഹേവിയർ ഉള്ള ലേഔട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ അത് ഏതാണെന്നുള്ളത് പറയാം. സോ അതിൻ്റെ അകത്ത് ഇതുപോലെ ഇങ്ങനെ വെർട്ടിക്കലി അടിയിലോട്ട് അലൈൻ ചെയ്താണ്ട് ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, സോ അതാണ് നമ്മുടെ പർപ്പസ്. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയി ഡിസൈനിങ്ങിലോട്ട് ജമ്പ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാക്കണം. സോ ആ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി ഇനി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വളരെ കുറവായിരിക്കും, XML തന്നെ ആയിരിക്കും നമ്മൾ കോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഒരു പ്രൊഫഷണൽ വേ. സോ ഒരു ഓപ്പണിംഗ് ടാഗിൻ്റെ അകത്ത് ഞാൻ ഒരു കാർഡ് വ്യൂ എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, കാർഡ് വ്യൂ. സോ കാർഡ് വ്യൂ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാർഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഒരു പർപ്പസിലുള്ള, ബേസിക്കലി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് വെജിറ്റബിൾ എന്ന് കാണിച്ച ഈ ടൈപ്പ് ഓഫ് ലേഔട്ട് ആണ്. അതായത് റൗണ്ടഡ് കോർണേഴ്സ് വിത്ത് ഷാഡോ ഉള്ള ലേഔട്ട്സ് ആണ് കാർഡ് വ്യൂ. ഓക്കെ, സോ ഒരു കാർഡ് വ്യൂ ഞാനിവിടെ സ്പെസിഫൈ ചെയ്യും. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ പാരന്റ് ലേഔട്ടിന്റെ അതേ വിഡ്ത്തിലും, ഹൈറ്റ് പാരന്റ് ലേഔട്ടിന്റെ അതേ കണ്ടന്റ് എന്താണോ അതിനെ റാപ്പ് ചെയ്തിരിക്കുക. ഓക്കെ, എന്നിട്ട് അതിന്റെ അകത്ത് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. സോ ബേസിക്കലി ഇവിടെ റെഡ് എറർ കിട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇത് കൺസ്ട്രെയിൻഡ് അല്ല. സോ ഞാൻ ഇതിനെ 4 കൺസ്ട്രെയിനും 4 സൈഡിലോട്ട് കൊടുക്കുമ്പോൾ അത് സെന്റേഡ് ആയിരിക്കും. ഓക്കെ, ടോട്ടലി സെന്റേഡ് ആയി നിൽക്കും. സോ ബേസിക്കലി അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എലമെന്റ്സിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ടല്ലേ. ഇതൊരു ടെക്സ്റ്റ് വ്യൂ, ഇതൊരു ടെക്സ്റ്റ് വ്യൂ, ഇതിന് എഡിറ്റ് ടെക്സ്റ്റ് എന്താ പറയുക, ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യുള്ള എഡിറ്റ് ടെക്സ്റ്റ്, പാസ്വേഡ് എഡിറ്റ് ടെക്സ്റ്റ്, ബട്ടൺ. അപ്പോൾ ഇതുപോലെ ഡിഫറെന്റ് എലമെന്റ്സ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ ഇതിനെ ഒരു ലേഔട്ടിന്റെ അകത്താക്കിയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യാം. സോ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്ട്രെയിൻ ലേഔട്ട് യൂസ് ചെയ്യാം, അല്ലെ ലീനിയർ ലേഔട്ട്, ഏത് ലേഔട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇവിടെ വെർട്ടിക്കൽ അലൈൻമെന്റിലായതുകൊണ്ട് ഞാൻ ലീനിയർ ലേഔട്ട് യൂസ് ചെയ്യാണ്. ലീനിയർ ലേഔട്ട്, മാച്ച് പാരന്റ്, റാപ്പ് കണ്ടന്റ്, പാരന്റിന്റെ അതും ഇതും. ഓക്കെ, നമ്മൾ ലീനിയർ ലേഔട്ട് ഉണ്ട്. സോ ഇതിന്റെ ഓറിയന്റേഷൻ നമ്മൾ എന്ത് കൊടുക്കണം, ഓറിയന്റേഷൻ വെർട്ടിക്കൽ ആയിരിക്കണം, അതായത് അടിയിലോട്ട് സ്റ്റാക്ക് ചെയ്ത് വരണം. ഓക്കെ, സോ അതാണ് ഇവിടെ ലോഗിൻ. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ടെക്സ്റ്റ് വ്യൂ ആണ് അല്ലെ, ഒരു ടെക്സ്റ്റ് വ്യൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ടെക്സ്റ്റ് വ്യൂവിനെ ഇവിടെ ആഡ് ചെയ്യാം. ലൈക്ക് ഇങ്ങനെ ടാഗ് ഓപ്പൺ ചെയ്ത് ടെക്സ്റ്റ് വ്യൂ എന്നടിക്കും. വിഡ്ത്ത് മാച്ച് പാരന്റ്, റാപ്പ് കണ്ടന്റ്. ടെക്സ്റ്റ് എന്താ അവിടെ, ടെക്സ്റ്റ് ലോഗിൻ എന്നാണ് ടെക്സ്റ്റ്. ഓക്കെ, എന്നിട്ട് എന്താ, ഈ ടാഗ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ എന്തായി, ബേസിക്കലി ഇവിടെ സൂം ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ടോ, ലോഗിൻ എന്നുള്ള ടെക്സ്റ്റ് വന്നു. സോ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യാം. ഞാൻ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാം, പ്ലീസ് ലോഗിൻ ടു കണ്ടിന്യൂ. ഓക്കെ, സോ ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്തു. ഞാൻ അടുത്ത ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, അതും ആഡ് ചെയ്യാണ്. മാച്ച് പാരന്റ്, റാപ്പ് കണ്ടന്റ്. ഓക്കെ, ഞാൻ ഇവിടെ ടെക്സ്റ്റ് അടുത്തത് ആഡ് ചെയ്തു. ടെക്സ്റ്റ് ഇവിടെ ഇതുപോലെ കണ്ടിന്യൂ യൂസിങ് ലൈൻ ബ്രേക്ക് വന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് അത് റിമൂവ് ചെയ്തു. ഓക്കെ, സോ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തു. അതെന്തായി, അപ്പോൾ ആ ഒരു ടെക്സ്റ്റും ഇവിടെ അപ്പിയർഡ് ആണ് അല്ലേ. ലോഗിന് പ്ലീസ് ലോഗിൻ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്, ഇവിടെ 2 എഡിറ്റ് ടെക്സ്റ്റ് ആണ് അല്ലേ. ഈ എഡിറ്റ് ടെക്സ്റ്റിന് ഇവിടെ ഐക്കണും ഇതുപോലെ കസ്റ്റമൈസ്ഡ് ഐക്കൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം. പക്ഷെ അതിന്റെ മുന്നേ ഈ 2 സാധനങ്ങളൊന്ന് പ്രെറ്റി ആക്കണം അല്ലേ. ഈ 2 സാധനം പ്രെറ്റി ആക്കണം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം,
ഇത് കഴിഞ്ഞിട്ട് ആക്കാം. സോ അടുത്തത് എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡിറ്റ് ടെക്സ്റ്റാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യം. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ചെയ്യാന്നുള്ള രീതിക്ക് അവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു, ഈ ബട്ടണിലോട്ട് പ്രൊസീഡ് ചെയ്യാം. സോ ബേസിക്കലി ഇവിടെ എന്ത് വരും, ആ ഒരു 2 എഡിറ്റ് ടെക്സ്റ്റ് വരും. സോ അത് ഞാൻ അവിടെ പെൻഡിങ് വെച്ചിട്ട് ഇവിടെ ബട്ടൺ ആഡ് ചെയ്തു. ഓക്കെ, മാച്ച് റാപ്പ് ടെക്സ്റ്റ് എന്താ, ഞാൻ ടെക്സ്റ്റ് എന്താ കൊടുക്കുന്നത്, ലോഗിൻ ആണ് അല്ലേ, ലോഗിൻ എന്ന് കൊടുത്തു. ഓക്കെ, ടെക്സ്റ്റ് അങ്ങനെ കൊടുത്തു. പിന്നെന്താ ഉള്ളത്, റിമെമ്പർ മീ ഉണ്ട്, ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്. സോ ബേസിക്കലി ഇതെന്താ ഒരു ഹൊറിസോണ്ടൽ ലേഔട്ടിൽ അറേഞ്ച് ചെയ്ത ഒരു ഇതായിട്ട് കണക്കാക്കാം നമുക്ക്. അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇതൊരു കൺസ്ട്രെയിൻ ലേഔട്ടിൻ്റെ അകത്ത് നമുക്ക് വെക്കാം. കൺസ്ട്രെയിൻ ലേഔട്ട് ആണോ നല്ല ഒരു ലീനിയർ ലേഔട്ടിൻ്റെ അകത്ത്? ഓക്കെ, ഒരു കൺസ്ട്രെയിൻ ലേഔട്ട് ആഡ് ചെയ്യാം. അടുത്തൊരു കൺസ്ട്രെയിൻ ലേഔട്ട് ആഡ് ചെയ്യാം. സോ അടിയിൽ ആ ബട്ടൻ്റെ താഴെ എലമെന്റ്സിന് വേണ്ടി കൺസ്ട്രെയിൻ ലേഔട്ട് ആഡ് ചെയ്തു. മാച്ച് പാരന്റ് എടുത്തു, റാപ്പ് കണ്ടന്റ്, അതായത് പാരന്റിന്റെ അതേ വിടുത്ത് ഹൈറ്റ് എന്താണ്, കണ്ടന്റ് എന്താണോ അതിന്റെ അതേ ഇത് എന്നുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ, സോ കൺസ്ട്രെയിൻ ലേഔട്ട് ഇവിടെ ഇട്ടു ഞാൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിന് നമ്മൾ ചെക്ക് ബോക്സ് എന്ന് പറയും. ഓക്കെ, ഒരു ചെക്ക് ബോക്സ് ആഡ് ചെയ്യാം. ഓക്കെ, ചെക്ക് ബോക്സിന് ഞാൻ വിടുത്ത് റാപ്പ് കണ്ടന്റ് കൊടുത്തു, ഹൈറ്റ് റാപ്പ് കണ്ടന്റ് കൊടുത്തു. നമുക്കൊരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ടെക്സ്റ്റ് എന്ത് കൊടുക്കാം, നമുക്ക് റിമെമ്പർ മീ എന്ന് കൊടുക്കാം. ഓക്കെ, റിമെമ്പർ മീ. സോ ഈ ഒരു അപ്രോച്ചിൽ എന്ത് ചെയ്യും, കാർഡിവ്യൂവിന്റെ അകത്ത് നമ്മൾ മണ്ടത്തരം കാട്ടി. ഈ കൺസ്ട്രെയിൻ ലേഔട്ട് കണ്ടോ, ഈ കൺസ്ട്രെയിൻ ലേഔട്ട് കിടക്കുന്നത് കാർഡിവ്യൂവിന്റെ അകത്താണ്. കാർഡിവ്യൂവിന്റെ അകത്ത് ഫസ്റ്റ് എന്താ ഉള്ളത്, ഫസ്റ്റ് ഒരു ലീനിയർ, ഒരു കാർഡ് വ്യൂ ഉണ്ട്. നമുക്കിവിടെ ഹൈറാർക്കി നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഒരു കാർഡ് വ്യൂ ഉണ്ട്, അതിലൊരു ലീനിയർ ലേഔട്ട് ഉണ്ട്. സോ ഈ ലീനിയർ ലേഔട്ടിന്റെ അകത്ത് വേണം എന്ത്, കാർഡ് വ്യൂവിലെ എലമെന്റ്സ് വരാൻ. സോ ഈ കൺസ്ട്രെയിൻ ലേഔട്ടിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലീനിയർ ലേഔട്ടിന്റെ അകത്തോട്ടിടണം. എന്നാൽ ഇത് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ആവും. കണ്ടോ, ഇപ്പോൾ പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ആയി. സോ എന്ത് ചെയ്യാം, അപ്പോൾ അത് റെഡിയാണ്. ഓക്കെ, ചെക്ക് ബോക്സ് വന്നു. പിന്നെയുള്ള എന്താ, ഈ സൈഡിൽ ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ട്. സോ അതിനെ നമുക്കൊരു ടെക്സ്റ്റ് വ്യൂ ആയിട്ട് കാണാം. ഓക്കെ, ഒരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് വ്യൂ, റാപ്പ് കണ്ടന്റ്. ഞാൻ അതിനെ ടെക്സ്റ്റ് കൊടുക്കുന്നത് എന്താ, ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള രീതിയിൽ പാസ്വേഡ് എന്ന് കൊടുത്തു. ഓക്കെ, സോ എന്തായി, ആ ഒരു സാധനം അവിടെ അപ്പിയർഡ് ആണ്. സോ ഇനി ഇതിനെ ഈ ഒരു കൺസ്ട്രെയിൻ ചെയ്തു. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു എഡ്ജിലോട്ട് കൺസ്ട്രെയിൻ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് കൺസ്ട്രെയിൻ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, സോ എന്ത് ചെയ്തു, ആ 2 സാധനം അവിടെ പ്രോപ്പറായിട്ട് അപ്പിയർഡ് ആണ്. സോ ബേസിക്കലി നമ്മുടെ ലേഔട്ട് ഇപ്പോൾ ഭയങ്കര അഗ്ലിയാണ് അല്ലേ, ഭയങ്കര വൃത്തികേടാണ്. അത് നമുക്ക് വൃത്തിയാക്കാം. സോ റിമൈനിങ് എലമെന്റ്സും കൂടെ നമുക്ക് ആഡ് ചെയ്ത ശേഷം ഈ ഒരു ലേഔട്ട് നമുക്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടി പ്രൊസീഡ് ചെയ്യാം. സോ നമ്മൾ സ്കിപ്പ് ചെയ്ത 2 കാര്യം ഈ ഒരു 2 എഡിറ്റ് ടെക്സ്റ്റ് ആണ് അല്ലേ. സോ ഇതിൻ്റെ അകത്ത് എന്താ കോംപ്ലിക്കേഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഒന്നാമത്തെ കോംപ്ലിക്കേഷൻ, ഈ ഒരു ഐക്കൺസും വിത്ത് ഇങ്ങനെയാണ് വരുന്നത്. സോ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. സോ ബേസിക്കലി ഇതിനെ നമ്മൾ വേറൊരു ലേഔട്ട് ആയിട്ട് വേണം സെറ്റപ്പ് ചെയ്യാൻ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതിനൊരു ലീനിയർ ലേഔട്ടിലോട്ട് ആക്കാം. സോ ഇതൊരു ലീനിയർ ലേഔട്ടാണ്, അതിൽ ഫസ്റ്റ് ഈ ഒരു ഐക്കൺ പിന്നെ ഒരു എഡിറ്റ് ടെക്സ്റ്റ്, ആ ഒരു മെത്തേഡിലോട്ട് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, സോ ഫോർ ദാറ്റ് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ലീനിയർ ലേഔട്ട് തുടങ്ങും, വിഡ്ത്ത് മാച്ച് ചെയ്യും, ഹൈറ്റ് റാപ്പ് ചെയ്യും. ഓക്കെ, സോ എന്നിട്ട് ഞാൻ ഓറിയന്റേഷൻ എന്ത് ചെയ്യും, ഹൊറിസോണ്ടൽ കൊടുക്കും. അതായത് സൈഡ് ബൈ സൈഡാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ ഹൊറിസോണ്ടൽ ഓറിയന്റേഷനും കൊടുക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ ഓറിയന്റേഷൻ കൊടുത്തു. എന്നിട്ട് നമുക്കിവിടെ ഫസ്റ്റ് വേണ്ടത് എന്താ, ഈ ഒരു ഐക്കൺ ആണല്ലേ, ഈ ഒരു ഐക്കൺ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ ഐക്കൺ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഓൾറെഡി നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊവൈഡ് ചെയ്യും. സോ നമ്മൾ വേറെ ഡൗൺലോഡ് ചെയ്യുന്നു വേണ്ട. സോ ഡ്രോയബിൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഒരു വെക്ടർ അസെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെക്ടർ അസെറ്റ് സെലക്ട് ചെയ്തു. ഇവിടെ ക്ലിപ്പാർട്ടിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു, ക്ലിപ്പാർട്ട് സെലക്ട് ചെയ്തിട്ട് ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് യൂസറിന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സൺ എന്താ പറയുക, പേഴ്സൺ IC, നമുക്ക് അവിടെ ഇതിന് IC പേഴ്സൺ എന്ന് പേരെടുക്കാം. ഓക്കെ, IC പേഴ്സൺ, നെക്സ്റ്റ്, ഫിനിഷ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ IC പേഴ്സൺ എന്നുള്ളത് വന്നു. ഓക്കെ, സോ അടുത്ത എന്താ, ഇത് പാസ്വേഡ് ആണല്ലേ. സോ ഞാൻ ഡ്രോയബിൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ വെക്ടർ അസെറ്റ് എടുത്തു. ഇവിടെ എന്താ, പാസ്വേഡ് അല്ല, ലോക്ക്.
ഓക്കെ, ലോക്ക് ഉണ്ടോ, ഐ സി ലോക്ക് വന്നു. സോ ഇവിടെ ഞാൻ ഐ സി ലോക്ക് എന്നിട്ടു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫിനിഷ് അടിച്ചു. സോ നമുക്ക് വേണ്ട 2 ഐക്കൺസ് ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി ലോഗിനിൽ പോയിട്ട് ഈ ഒരു ഉണ്ടാക്കി വെച്ച ലീനിയർ ലേഔട്ടിൽ ഒരു ഇമേജ് വ്യൂ ആഡ് ചെയ്യാം. ഇമേജ് വ്യൂ ആണല്ലോ അത്. സോ റാപ്പ് കണ്ടന്റ് എന്നിട്ട് എന്ത് ചെയ്യണം, ഇമേജ് അതാണെന്ന് പറയണം. സോ ഇമേജ് അതാണെന്ന് പറയാൻ നമുക്ക് SRC എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, IMG SRC, HTML IMG SRC എന്ന് പറഞ്ഞ പോലെ ഇമേജ് വ്യൂ SRC എന്താ, നമുക്ക് ഫസ്റ്റ് യൂസർ അല്ലേ, സോറി പേഴ്സൺ ആണ് അല്ലേ, പേഴ്സൺ എന്ന് കൊടുത്തു, ടാഗ് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പൊ ആ ഒരു ഐക്കൺ അവിടെ എന്ത് ചെയ്തു, വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതൊരു എഡിറ്റ് ടെക്സ്റ്റ് ആണ്. അടുത്തതൊരു എഡിറ്റ് ടെക്സ്റ്റ്, അതിൽ മാച്ച് പാരന്റും റാപ്പ് കണ്ടന്റും ചെയ്തു, ക്ലോസ് ചെയ്തു. സോ ഇതാണ് ഫസ്റ്റത്തെ സാധനം. ഇപ്പൊ ഉണ്ടോ, ഏകദേശം അതുപോലെ ഒരു സാധനം നമുക്ക് കിട്ടി. ഫുള്ളി അല്ല, പക്ഷെ ഐക്കൺ ഉണ്ട്, ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്. ഇത് നമുക്ക് വൃത്തിയാക്കാം. ഓക്കെ, സോ ഇതുപോലെ എന്ത് ചെയ്യണം, അടുത്തത് ആഡ് ചെയ്യണം. അടുത്തത് ആഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ലീനിയർ ലേഔട്ട് ആഡ് ചെയ്യാണ്. വിഡ്ത്ത് മാച്ച് ചെയ്യും, ഹൈറ്റ് റാപ്പ് ചെയ്യും. ഇതിന്റെ ഓറിയന്റേഷൻ ഹൊറിസോണ്ടൽ ആയിരിക്കും, സൈഡ് ബൈ സൈഡ് ആയതുകൊണ്ട്. അത് ടാഗിന്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ഇമേജ് വ്യൂ ഇടും. റാപ്പ് കണ്ടന്റ് ഇമേജിന്റെ സൈസ് എന്താണോ അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ SRC ഇമേജ് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ലോക്ക് എന്ന് കൊടുത്തു. സോ അത് ക്ലോസ് ചെയ്തു. പിന്നെ ഒരു എഡിറ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്തു. അത് മാച്ച് ചെയ്യും ഹൈറ്റിനെ, അത് റിമൈനിങ് പോർഷൻ ഇമേജ് ഒക്യുപ്പൈ ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്ത് മാച്ച് ചെയ്യും, അതിനെ റാപ്പ് ചെയ്യും. ഓക്കെ, സോ എന്തായി, അതായി. സോ എന്തായി, ഇത് ഓൾമോസ്റ്റ് ആ എല്ലാ എലമെന്റ്സും ഇവിടെ അപ്പിയർഡ് ആണ്. സോ ഇതിന്റെ അകത്ത് ഇനി നമുക്ക് പ്രെറ്റി ആക്കി തുടങ്ങാം. അതായത് ഒരു നീറ്റ് ലുക്കിംഗ് UI ഇതിനെ ആക്കാം. പക്ഷെ അതിനിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് വലുതാക്കിയാലും ഇതിന്റെ അകത്ത് ഇപ്പൊ എന്താ പ്രശ്നമുള്ളത് നോക്കുക. സോ ഇത് ആക്ച്വലി ഇതിന്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഈ ഒരു ഔട്ടർ മോസ്റ്റ് ബോക്സിന് കോർണറിലുള്ള എഡ്ജസ് നല്ല കോർണർഡ് ആണ്. അതുപോലെ എഡ്ജുമായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ ഈ ടെക്സ്റ്റ് എലമെന്റും ഈ ഒരു എഡ്ജുമായിട്ട് എൻഡുമായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. സോ അത് ആഡ് ചെയ്താൽ തന്നെ ഈ ഒരു സാധനം ഓൾമോസ്റ്റ് വൃത്തിയാവും. സോ അത് ആഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഈ ഒരു കാർഡ് വ്യൂ ഉണ്ടല്ലോ, ഈ ഒരു ബോക്സിന് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഏറ്റവും ടോപ്പിൽ കാർഡ് വ്യൂ ഉണ്ട്. ഈ ഒരു കാർഡ് വ്യൂവിന് നമ്മൾ മാർജിൻ കൊടുത്താൽ മതി. സോ കാർഡ് വ്യൂവിന്റെ അകത്ത് ഞാൻ മാർജിൻ എത്ര കൊടുക്കാം, ഒരു 20 dp എന്ന് കൊടുക്കാം. ഒരു യൂണിറ്റ് DP 20 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്തായി, ഫ്രം എഡ്ജിൽ നിന്ന് കുറച്ച് സ്പേസ് കിട്ടി അല്ലേ, പുള്ളിക്കാരന് ബ്രീത്ത് ചെയ്യാൻ കുറച്ച് സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ബ്രീത്ത് ചെയ്യാൻ പുള്ളിക്കാരന് കുറച്ച് സ്പേസ് കിട്ടി. പക്ഷെ ഇവിടെ സ്റ്റിൽ ഇവിടെ ഈ ടെക്സ്റ്റ് എഡ്ജാണ്. സോ അതിനെന്ത് ചെയ്താൽ മതി, ഈ കാർഡ് വ്യൂവിന്റെ അകത്തുള്ള ഈ ഒരു ലീനിയർ ലേഔട്ട്, അതായത് ഈ എല്ലാ എലമെന്റ്സും റിസൈഡ് ചെയ്യുന്ന ഈ ഒരു ലേഔട്ടിന് പാഡിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്, അത് കൊടുത്താൽ മതി. സോ എന്ത് ചെയ്യാൻ പറ്റും, കാർഡ് വ്യൂവിന് നമ്മൾ മാർജിൻ കൊടുത്തു, അതിന്റെ ഉള്ളിലെ ഈ ഒരു ലേഔട്ടിന് നമ്മൾ പാഡിംഗ് കൊടുക്കണം. പാഡിംഗ് അത്ര ഒരു 15 dp കൊടുക്കാം. സോ എന്തായി, സോ അത് കുറച്ച് എഡ്ജിൽ നിന്ന് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇപ്പോ നിൽക്കുന്നുണ്ട് അല്ലേ. ഇപ്പോ കുറെ കൂടെ വൃത്തിയായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോർണർ കുറച്ചുകൂടി റൗണ്ടഡ് ആക്കണം. സോ അത് കാർഡ് വ്യൂവിന് നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, റേഡിയസ് എന്ന് അടിച്ചാൽ നമുക്ക് കണ്ടോ, കാർഡ് കോർണർ റേഡിയസ് എന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ അകത്ത് നമുക്കൊരു 10 dp കൊടുത്താൽ എന്ത് സംഭവിച്ചു, അത് കുറച്ചും കൂടെ ഒരു ഓൾമോസ്റ്റ് പ്രെറ്റി ആയി വന്നിട്ടുണ്ട് അല്ലേ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഫ്രം ടോപ്പ് ടു ബോട്ടം ഇതിൽ എന്തൊക്കെ നീറ്റ്നെസ് വരുത്തണോ അതെല്ലാം നമുക്ക് വരുത്താൻ പറ്റും. ഓക്കെ, സോ ഫർദർ പ്രൊസീഡിങ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ലോഗിന്റെ ലുക്ക് ആൻഡ് ഫീൽ മാറ്റണം. ഓക്കെ, ലോഗിനിൽ ഇവിടെ ഗ്രീൻ കളറാണ് അല്ലേ, കളർ ഗ്രീൻ ആണ്. സോ ഇവിടെ എന്താണ്, കുറച്ച് ബോൾഡ് ആണ്, കസ്റ്റം ഫോണ്ട് ആണ് അല്ലേ. സോ ഈ ഒരു ഗ്രീനിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കുറച്ച് വലുതാക്കിയിട്ട് ഗ്രീൻ ആക്കണം. സ്പ്ലിറ്റ് മോഡിൽ പോവുക, ഈ ഒരു ടെക്സ്റ്റ് വ്യൂ സെലക്ട് ചെയ്തു. ഇനി കുറച്ച് ആട്രിബ്യൂട്ട്സ് സെലക്ട് ചെയ്താൽ നമുക്ക് അതുപോലെ ആക്കാൻ പറ്റും. സോ ഞാൻ ഫസ്റ്റ് സൈസ് എന്ന് അടിക്കും. സോ ടെക്സ്റ്റ് സൈസ് എന്ന് ഇവിടെ ഓട്ടോമാറ്റിക് പ്രൊഡിക്ഷൻ ആണ്. സോ ഞാൻ ടെക്സ്റ്റ് സൈസ് ഈക്വൽ ടു 16 SP എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ കുറച്ച് വലുതായി അല്ലേ. സോ ഇനി എനിക്ക് എന്താ, കളർ കൊടുക്കണം, ടെക്സ്റ്റ് കളർ. സോ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു കളർ ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേണ്ടേ
ഇവിടെ പോയിട്ട് ആ കളർ കോഡ് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുപോയി ഹാഷ് സം കളർ എന്ന് പറഞ്ഞാണ്ട് പേസ്റ്റ് ചെയ്യണം. വേണ്ടേ? സോറി, എക്സാ വരിക. സോ ഇവിടെ പേസ്റ്റ് ചെയ്യണം. സോ അത് വേണ്ട, നമ്മൾ ഓൾറെഡി ഈ ഒരു കളർ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. എവിടെ? സ്പ്ലാഷിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അല്ലേ? ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെയല്ലേ അത്? സോ നമുക്ക് ഈ ഒരു കളറിനെ എന്ത് ചെയ്താൽ മതി? റീയൂസ് ചെയ്യാൻ പറ്റും. സോ അതിനു വേണ്ടി ഞാനിവിടെ ആൾട്ട് എൻ്റർ പ്രസ് ചെയ്യും. എന്നിട്ട് എക്സ്ട്രാക്ട് കളർ റിസോഴ്സ് ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യും. സോ ഞാൻ എന്ത് ചെയ്യും? ആപ്പ് ഗ്രീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കളറിന് ഒരു പേര് കൊടുക്കും. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യും. സോ അറ്റ് ദാറ്റ് മൊമെന്റ് എന്ത് ചെയ്യും? ഇത് colors.xml ഈ ഒരു കളറായിട്ട് ഫോം ചെയ്യും. ഓക്കെ. സോ ഇനി ഈ app_green വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കളറിനെ എവിടെ നിന്ന് വേണമെങ്കിലും, ഈ പ്രൊജക്റ്റിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആക്സസ് ചെയ്ത പോലെ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു അറ്റ് കളർ ആപ്പ് ഗ്രീൻ. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ ടെക്സ്റ്റ് കളർ എനിക്ക് എന്താ, ഞാൻ ഇവിടെ ആപ്പ് ഗ്രീൻ എന്ന് പേസ്റ്റ് ചെയ്തു. കൺട്രോൾ സ്പേസ് അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്തു. സോ ഫോണ്ട് ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ബോൾഡ് അല്ലല്ലോ. സോ അതിനെ നമുക്ക് എങ്ങനെ ബോൾഡ് ആക്കാനുള്ളത് ഇത് ഏറ്റവും ബാക്കിയുള്ള എല്ലാ ടാസ്കും കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കെ. സോ ഇവിടെയും ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഇത് വലിയ വിഷയമല്ല. ഓക്കെ, ഓൾമോസ്റ്റ് കറക്റ്റാണ്. ടെക്സ്റ്റ് സൈസ് പക്ക അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഓക്കെ. സോ ബാക്കിയുള്ളത് ഈ അഗ്ലിഷ് ആയിട്ട് തോന്നുന്നത് ഇതാണ്. സോ ഇതിൽ ടോപ്പിൽ നിന്ന് കുറച്ചധികം സ്പേസ് ഇവിടെ ഉണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ഒരു ലേഔട്ട്, അതായത് ഈ ഒരു എൻ്റർ ലേഔട്ട്, ഈ ഒരു ലീനിയർ ലേഔട്ടാണ്. ഈ ഇമേജ് വ്യൂവും എഡിറ്റ് ടെക്സ്റ്റ് ഉള്ള ഈ ഒരു ലീനിയർ ലേഔട്ട്, ഇതിന് എനിക്ക് മാർജിൻ ടോപ്പ് കൊടുക്കാൻ പറ്റും. ഞാൻ മാർജിൻ ടോപ്പ് എന്ന് അടിച്ചാൽ പ്രഡിക്ഷൻ വരും. മാർജിൻ ടോപ്പ് 15 dp എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് സ്പേസ്, ആ സ്പേസ് പോരാ, അപ്പോൾ 20 dp എന്ന് കൊടുക്കാം. ഓക്കെ, 20 dp എന്ന് കൊടുക്കുമ്പോൾ ഓക്കെ, അതെന്തായി? കുറച്ചധികം സ്പേസ് ഉണ്ട്. ഓക്കെ, ഫീലിംഗ് ഗുഡ് അല്ലേ? വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇനി എന്താ വേണ്ടേ? ആപ്പ് ഐക്കണ് ഈ ഒരു ടെക്സ്റ്റ് ഈ ഫോമിലോട്ട് വരുത്താം. അത് ഇച്ചിരി ട്രിക്കി ടാസ്കാണ്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരു അലൈൻമെന്റിലല്ല ഇരിക്കുന്നത് അല്ലേ? അടിയിൽ ലൈനും അല്ല. സോ ഈ ഒരു ലീനിയർ ലേഔട്ടിനെ വെർട്ടിക്കലി ഗ്രാവിറ്റി സെറ്റ് ചെയ്താൽ മതി. ഇതിനെ രണ്ടിനെയും സെൻറ്റർ ആക്കിയാൽ മതി. ഇത് കിടക്കുന്നത് ടോപ്പിലാണ് അല്ലേ? ഈ ഒരു ലീനിയർ ലേഔട്ടാണ് ഇത്, അതിന്റെ ടോപ്പിലാണ് കിടക്കുന്നത്. അതായത് പാരന്റ് ലേഔട്ടിന്റെ ടോപ്പിലാണ് കിടക്കുന്നത്. സോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഗ്രാവിറ്റി എന്ന് അടിക്കുമ്പോൾ നമുക്ക് ലേഔട്ട് ഗ്രാവിറ്റിയും കിട്ടും, വെറും ഗ്രാവിറ്റി കിട്ടും. സോ വെറും ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലെ എലമെന്റ്സിന്റെ ഗ്രാവിറ്റിയും, ഈ ലേഔട്ട് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നിൽക്കുന്നതിന്റെ ഗ്രാവിറ്റിയാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് വെറും ഗ്രാവിറ്റിയാണ്. സോ ഗ്രാവിറ്റി നമ്മൾ സെൻറ്റർ എന്ന് കൊടുക്കും. സെൻറ്റർ എന്ന് കൊടുക്കുമ്പോൾ എന്ത് തോന്നുന്നു? ആ ഒരു ഇമേജ് സെൻറ്ററിലോട്ട് പ്ലേസ്ഡ് ആയി അല്ലേ? ഓക്കെ. അപ്പൊ ഈ സെയിം കാര്യം നമുക്ക് ഈ ഒരു ലീനിയർ ലേഔട്ടിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രാവിറ്റി സെൻറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓൾമോസ്റ്റ് ഓക്കെ. സോ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഈ ഒരു ഐക്കണ് എന്താ പറയാ, ഈ ഒരു ഐക്കണെ ഇതിന്റെ ഈ ഒരു വൈറ്റിഷ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, അത് കൊടുക്കണം. സോ അത് ഇപ്പോൾ നമുക്ക് ഇമേജ് വ്യൂവിന് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മതി അല്ലേ? ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് എന്ന് ടൈപ്പ് ചെയ്താണ്ട് വൈറ്റ് കളർ ഓട്ടോമാറ്റിക്കലി വന്ന കളർ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, അത് വരില്ല. സോ ഇതിനെ നമുക്ക് വേറൊരു ലേഔട്ടിലോട്ട് ഇടാം. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഒരു ലേഔട്ടിലോട്ട് ഇടാം. സോ ഞാനിവിടെ ഒരു ലീനിയർ ലേഔട്ട് ഇട്ടു. ഒരു ലീനിയർ ലേഔട്ടിൻ്റെ അകത്തോട്ട് ഇടും. റാപ്പ് കണ്ടന്റ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഉള്ളിലിട്ടു. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് എന്നിടും. ഓക്കെ, സോ വൈറ്റ് എന്നിടുമ്പോഴും അത് വരുന്നില്ല. അത് നമുക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ബേസിക്കലി ഇപ്പം ഇത് വരുന്നില്ല. സോ അതവിടെ നിന്നോട്ടെ, നമുക്കത് സെറ്റാക്കാം. പക്ഷെ അതിൻ്റെ മുന്നേ ഈ ഒരു സാധനത്തിൻ്റെ ഓക്കെ, അത് നമുക്ക് നോക്കാമെന്നല്ല, നമുക്ക് സെറ്റാക്കാം. ഈ ഒരു ട്രാൻസ്പെറൻസി കൂടെ സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വേണ്ട, ഈ ഒരു ലേഔട്ട് ഇവിടെ അവിടെ നിന്നോട്ടെ. ഓക്കെ, സോ ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സെറ്റാക്കാം. ഓക്കെ, സോ അത് സെറ്റായി. ഇനി വേണ്ടത് ഈ ഒരു ലൈൻ ഉണ്ടല്ലേ? സോ ബേസിക്കലി ഇപ്പൊ ഈ ആപ്പ് റൺ ചെയ്താൽ കിട്ടുന്ന UI ഞാൻ കാണിച്ചത് ആദ്യം.
ഓക്കെ, എൻ്റെ ഡിവൈസ് കണക്ഷൻ ആയിട്ട് എന്തോ ഒരു ട്രബിൾ ഉണ്ട്. സോ നമുക്കിത് റൺ ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ സീ വാട്ട് ഈസ് ദ പ്രശ്നം. സോ ബേസിക്കലി ഞാൻ ഐ ഡി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ഫയൽസിൽ കുറച്ച് ക്യാഷ് ചെയ്ത് എറർ ഉണ്ടായിരുന്നു നമ്മൾ ഗിറ്റ് സെറ്റപ്പ് ചെയ്തപ്പോൾ. ഞാൻ ജസ്റ്റ് ഐ ഡി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡിവൈസ് ഒന്നുകൂടി റീകണക്ട് ചെയ്തു. കുറച്ച് ടച്ചപ്പ് ചെയ്തപ്പോൾ റൺ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയായിട്ടുണ്ട്. സോ നമ്മൾ റൺ ചെയ്യുമ്പോൾ ആപ്പ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ. എലമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലൈന് കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ ആക്ച്വലി. സോ അതൊന്നുമില്ല. സോ അത് സെറ്റപ്പ് ചെയ്യാം. അതൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതായത് ഈ ഒരു എഡിറ്റ് ടെക്സ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, സോ അതിൻ്റെ മുന്നേ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഈ ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു ഔട്ട്ലൈൻ ഇല്ലേ, ഈ ഒരു എഡിറ്റ് ടെക്സ്റ്റിനുള്ളേ, അത് ആക്ച്വലി ഇല്ല. അതുപോലെ ഈ ഒരു ലൈൻ ഇവിടെ ആവശ്യമില്ല ഈ ഒരു എഡിറ്റ് ടെക്സ്റ്റിന്. സോ ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഈ രണ്ട് ഇത് തമ്മിലുള്ള സ്പേസ് ജസ്റ്റ് ഒന്ന് കൂട്ടണം. സോ വിച്ച് മീൻസ് ഈ ഒരു ലീനിയർ ലേഔട്ടിന് ജസ്റ്റ് ഒരു മാർജിൻ ടോപ്പ് കൊടുക്കും. മുകളിലേക്ക് കുറച്ച് മാർജിൻ കൊടുത്തു. ഒരു 10 dp മേലേക്ക് മാർജിൻ കൊടുത്തു. ഒരു സ്പേസ് വന്നു. ഇനി ഈ എഡിറ്റ് ടെക്സ്റ്റിന്റെ ഈ ഒരു ലൈൻ റിമൂവ് ചെയ്യണം. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു എന്താ പറയുക, അറ്റ് നള്ള് എന്ന് കൊടുക്കാൻ പറ്റും. സോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ആൻഡ്രോയിഡ് ട്രാൻസ്പാരൻ്റ് നോക്കാൻ പറ്റും. ഓക്കെ, സോ എന്ത് ചെയ്യും, ആക്ച്വലി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങ് റിമൂവ് ആയി കിട്ടും. ഓക്കെ, പ്ലസ് എന്ത് ചെയ്യണം, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി നമുക്ക് റിമൂവ് ആയി, ആ ലൈൻ നമുക്ക് റിമൂവ് ആയി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നള്ള വെച്ചും ചെയ്യാം. എഡിറ്റ് ടെക്സ്റ്റ് റിമൂവ് അണ്ടർലൈൻ ഗൂഗിൾ ചെയ്യുക, ലൈക്ക് ഓക്കെ എന്താ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ അറ്റ് നള്ള് കൊടുത്താൽ മതി. ഓക്കെ, അതാ ബെറ്റർ. ഓക്കെ, അറ്റ് നള്ള് കൊടുക്കാൻ. എന്നാൽ ട്രാൻസ്പെറൻറ്റ് വേണ്ട. ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യൂ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. അറ്റ് നള്ള് എന്ന് കൊടുക്കാം. സോ ലെറ്റ് മീ ജസ്റ്റ് റിഫ്രഷ്. സോ സെയിം എഫക്റ്റ് തന്നെ പ്രാക്ടിക്കലി. സോ ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഈ കളറ് മാറ്റണം. ടെക്സ്റ്റ് കളർ ഈക്വൽ ടു ഗ്രീൻ ആക്കണം. പിന്നെ നമുക്ക് ഹിൻഡ് കൊടുക്കണം. ഹിൻഡ് എന്താ കൊടുക്കുക, യൂസർ നെയിം എന്ന് കൊടുക്കും. സോ ബേസിക്കലി ഇപ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കിട്ടും. ഈ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഐക്കൺ, ഇത് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മാർജിൻ സ്റ്റാർട്ട് ഒരു 5 dp എന്ന് കൊടുത്തു. സോ കുറച്ച് സ്പേസ് വന്നു, അതൊന്ന് വൃത്തിയായി കിട്ടി അല്ലേ. സോ ഇതിപ്പോൾ കുറച്ചും കൂടെ വൃത്തിയാണ്. പക്ഷെ നമുക്ക് എന്തില്ല, ഈ ഒരു ഔട്ട്ലൈൻ ഇതുവരെ വന്നിട്ടില്ല. സോ ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി നമുക്ക് കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും, കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനൊരു കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. സോ ബേസിക്കലി ആ കസ്റ്റം ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ഈ ഒരു സ്ട്രോക്ക്, ഇത് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. ഈ ഔട്ട്ലൈനെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. ഇതുപോലെ 4 കോർണറും ചെറിയ കർവുള്ള ചെറിയൊരു സ്ട്രോക്ക് ഉള്ള ഒരു കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോയബിൾ ആണ് ഒരു കസ്റ്റം ബാക്ക്ഗ്രൗണ്ട്, ഒരു ഡ്രോയബിൾ ആണ്. സോ ഞാൻ ഡ്രോയബിൾ റൈറ്റ് ക്ലിക്ക് ചെയ്യും, ന്യൂ ഡ്രോയബിൾ റിസോഴ്സ് ഫയൽ, ഒരു കസ്റ്റം ഡ്രോയബിൾ ഉണ്ടാക്കാൻ ഡ്രോയബിൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഡ്രോയബിൾ റിസോഴ്സ് ഫയൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്ട്രോക്ക് ബോക്സ് എന്ന് കൊടുക്കും. ഓക്കെ, ഇതിൽ റൂട്ട് എലമെന്റ് ഇപ്പൊ സെലക്ടർ തന്നെ. ഓക്കെ, അത് ഞാൻ മാറ്റുന്നില്ല. ഓക്കെ അടിക്കും. സോ ഓക്കെ അടിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്ട്രോക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ഫയൽ വരും. അതിൽ സം കൈൻഡ് ഓഫ് XML പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഈ സെലക്ടർ മാറ്റിയിട്ട് ആക്ച്വലി ഇതെന്താ സാധനം, ഇതൊരു ബോക്സ് അല്ലേ സാധനം, ഇതൊരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കുലറിന് ഈ സ്ട്രോക്ക് എന്ന് പറയാം, ഔട്ട്ലൈന് ചെറിയൊരു ഗ്രേയിഷ് ഔട്ട്ലൈൻ വേണം, പിന്നെ കോർണറും വേണം. അത്രേ ഉള്ളൂ സംഭവം. സോ ഞാൻ ഇതിനെ ഷേപ്പ് എന്നാക്കും. സോ ഷേപ്പ് എന്ത് ഷേപ്പാണ്, ഷേപ്പ് റെക്ടാങ്കിൾ ഷേപ്പാണ് അല്ലേ. സോ അതിനെന്ത് വേണം, നമുക്ക് സ്ട്രോക്ക് വേണം. അപ്പൊ സ്ട്രോക്കിന് എന്ത് കൊടുക്കും, നമ്മൾ വിഡ്ത്ത് കൊടുക്കും. വിഡ്ത്ത് 1 dp വിഡ്ത്ത് കൊടുത്തു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ കളർ കൊടുക്കും അല്ലെ. കളർ ഞാൻ റാൻഡം ആയിട്ട് ഇപ്പോൾ ഒരു കളർ പിക്ക് ചെയ്യാണ്. സോ ഹാഷ് ലൈക്ക് E1 ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് നമുക്ക് പിക്ക് ചെയ്യാം കുറച്ചുകൂടെ ഡാർക്കിഷ് ആയിട്ടുള്ള. ഓക്കെ,
എന്ന് പിക്ക് ചെയ്തു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഔട്ട്ലൈന് ഉള്ള ഒരു സാധനം കിട്ടി. സോ ഇനി എന്ത് ചെയ്യണം, നമുക്ക് കോർണർ റൗണ്ടർ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോർണേഴ്സ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യും. സോ അതിൻ്റെ അകത്ത് നമുക്ക് റേഡിയസ് ഉണ്ട്. റേഡിയസ് ഞാൻ എന്ത് ചെയ്യും, 5dp എന്ന് കൊടുത്തു. 5dp കോർണർ റേഡിയസും കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്ട്രോക്കും ഈ ഒരു ലേഔട്ട്. സോ ബേസിക്കലി നമുക്ക് എഡിറ്റ് ടെക്സ്റ്റും ഇമേജ് വ്യൂവിനും ആ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. സോ ഈ ഒരു ലീനിയർ ലേഔട്ടില്ലേ, രണ്ടുള്ള ഈ ഒരു ലീനിയർ ലേഔട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇമേജ് ഉള്ളതാണ്. സോ ഏറ്റവും ടോപ്പ് രണ്ടും കൂടെ ഉള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു എന്താണ്, ബാക്ക്ഗ്രൗണ്ട് സ്ട്രോക്ക് ബോക്സ് എന്ന് കൊടുത്തു. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു സ്ട്രോക്ക് ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, സംഭവം വന്നിട്ടുണ്ട് അല്ലേ? സോ അത് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് പാഡിങ് കൊടുക്കാം. കുറച്ച് പാഡിങ് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ വൃത്തിയായി കിട്ടും. പാഡിങ് 5dp കൊടുത്തു. 5dp പോരാ, 8dp കൊടുക്കാം. സോ 8dp പാഡിങ് കൊടുക്കുമ്പോൾ എന്തായി, കുറച്ചുകൂടെ നല്ല ബെറ്റർ വൃത്തിയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് പാഡിങ് കൊടുക്കേണ്ടത് നമ്മൾ എഡിറ്റ് ടെക്സ്റ്റിന് മാർജിൻ കൊടുക്കാം. ഓക്കെ, എഡിറ്റ് ടെക്സ്റ്റിന് എഡിറ്റ് ടെക്സ്റ്റിന് പാഡിങ് കൊടുക്കാം. 8dp പാഡിങ് കൊടുക്കാം. സോ അതെന്തായി, അതൊന്ന് എക്സ്പാൻഡ് ആയി അല്ലേ? സോ അതൊന്ന് വൃത്തിയായിട്ടുണ്ട്. സോ ഞാൻ ഈ ഇമേജ് വ്യൂവിൻ്റെ ഹൈറ്റും വിഡ്ത്തും മാച്ച് പാരൻ്റ് ആക്കി. ഹൈറ്റ് മാച്ച് പാരൻ്റ് ആക്കി. വിഡ്ത്ത് റാപ്പ് തന്നെ, ഹൈറ്റ് മാച്ച് പാരൻ്റ് ആക്കി. അപ്പോൾ എന്ത് ചെയ്യും, ആക്ച്വലി പാരൻറ്റിൻ്റെ വേണമാക്കാം നമ്മൾ. മാച്ച് പാരൻ്റ് ആക്കി. സോ എന്ത് ചെയ്തു, ഇത് എൻറ്റയർലി ഫില്ല് ചെയ്തിരുന്നു അല്ലേ? സോ ഇതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാവിറ്റി സെൻറ്റർ ആക്കുമ്പോൾ അത് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ വിഡ്ത്ത് ഓക്കെ, ലീനിയർ ലേഔട്ട്, ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, വൈറ്റ്. സോ ഇത്രയും സെയിം കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, സോ ആക്ച്വലി ഇവിടെ ഇത് നമ്മുടെ ഈ ഒരു ഇമേജ് വ്യൂവിനെ കൂടെ കവർ ചെയ്യുന്നില്ല. സോ നമുക്ക് ഫിക്സ് ചെയ്യാം. സോ അതിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ചേഞ്ചസ് ഈ ഒരു അടിയിലും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഐ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. സോ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇമേജ് മാത്രം നമുക്ക് ലോക്ക്, ഇവിടെ യൂസർ നെയിം മാറിയിട്ട് ഇവിടെ പാസ്വേഡ് എന്ന് വരും. ഓക്കെ, സോ ഇതെന്തായി, ഓൾമോസ്റ്റ് ഓക്കെ, പ്രെറ്റിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബട്ടണ് ഓക്കെ കുറച്ച് സ്പേസ് കൊടുക്കാം. നമുക്ക് ബട്ടൺ മാർജിൻ ടോപ്പ് കൊടുക്കാം 15dp. പിന്നെ ഇതിനെ ഈ ഒരു കൺസ്ട്രെയിന്റ് ലേഔട്ടിൽ ഇതിനെല്ലാத்தைയും നമുക്ക് എന്ത് ചെയ്യണം, സെൻട്രലോട്ട് ആക്കണം. സോ ഓക്കെ, റിമെമ്പർ മീ ഫോർവേഡ് പാസ്വേഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് സെൻറ്റഡ് ആണ്. സോ ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം, നമുക്ക് ഈ ഒരു കാർഡ് വ്യൂ തന്നെ കുറച്ച് ട്രാൻസ്പാരൻ്റ് ആക്കണം അല്ലേ? ഇവിടെ ഇത് കുറച്ച് ട്രാൻസ്പാരൻ്റാണ്. സോ ഇതിനെ കുറച്ച് ട്രാൻസ്പാരൻ്റ് ആക്കാൻ വേണ്ടി കാർഡ് വ്യൂ എടുക്കുക. സോ കാർഡ് വ്യൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഞാൻ ഒരു റാൻഡം കളർ കോഡ് കൊടുത്തു, ഒരു #FF. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കളർ പിക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വരും. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ പിക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി വരും. സോ കളർ ഞാൻ വൈറ്റ് ആക്കി സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഈ ഒരു സ്ലൈഡർ കാണാം, ഇത് ട്രാൻസ്പാരൻസി സെറ്റ് ചെയ്യുന്നത്. സോ ട്രാൻസ്പാരൻസി ഞാനൊരു 50% ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, സോ 50% ആക്കി സെറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് ട്രാൻസ്പാരൻ്റ് ആവേണ്ടതാണ്. നോക്കാം, നമുക്ക് വരുന്നുണ്ടാകും, റൺ ചെയ്ത് നോക്കാം. ആക്ച്വലി ട്രാൻസ്പെറൻസി വർക്ക് ചെയ്യുന്നില്ല. ഇത് നമ്മൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആട്രിബ്യൂട്ട് അല്ല ഇവിടെ യൂസ് ചെയ്യണ്ടേ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് അല്ല, കാർഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. കാർഡ് ബാക്ക്ഗ്രൗണ്ട് കളർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ ഈ സെയിം മെത്തേഡ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം. സോ വൈറ്റ് ആക്കി ഒരു 50% കേട്ടോ, 50% ഒപ്പാക്ക്. 50% ടു സോ അത് വേണ്ട, നമുക്ക് കുറച്ച് കൂട്ടാം, ഒരു 85 ഇടാം. 85 ഓക്കെ അല്ലേ?
85 ഓൾമോസ്റ്റ് വലിയ പ്രശ്നമില്ല അല്ലേ? ഓക്കെ, 85 വലിയ കുഴപ്പമില്ല. സോ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട ആ ഒരു ലോഗിൻ സ്ക്രീനിന്റെ വൃത്തിയാക്കി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്നുകൂടി വൃത്തിയാക്കാനുണ്ട്, കസ്റ്റം ഫോണ്ട് സെറ്റ് ചെയ്യാനുണ്ട്, ഉള്ള കാര്യങ്ങൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാനുണ്ട്. സോ അത് നമുക്ക് ഓൾറെഡി ഈ ഒരു വീഡിയോ നല്ല ലെങ്ത് ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ ഇത് റൺ ചെയ്താൽ റൺ ചെയ്ത് നോക്കിയാൽ സോ ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. യൂസർ നെയിം അടിക്കാം, പാസ്വേഡ് അടിക്കാം, ഇതൊക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, സോ ഇതുവരെയുള്ള ഇങ്ങനെ ഒരു UI നമുക്ക് കിട്ടി. സ്റ്റിൽ ലോഗിൻ സൈസ് കുറവ് തന്നെയാണ്. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം കൂടെ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ.